വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ. യുണൈറ്റഡ് നിൽ ആഴ്സണൽ 1. ഇന്നലത്തേതൊരു ഡിസപ്പോയിന്റിംഗ് റിസൾട്ട് തന്നെയായിരുന്നു. പക്ഷെ അതിലും ഡിസപ്പോയിന്റിംഗ് ആക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പരിപാടിയാണ് ഇന്നലെയും നമ്മൾ കണ്ടത്. നമ്മുടെ ഏതെങ്കിലും ഒരു ഗോൾ കീപ്പിംഗ് എറർ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലെയറിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക്, ഇങ്ങനെയാണല്ലോ നമ്മൾ പൊതുവെ ഗോളുകൾ വഴങ്ങുന്നത്. ഇപ്പോൾ ഈ അടുത്ത് പ്രീ സീസൺ ഫ്രണ്ട്ലികളിലും കണ്ട ഒരു കാഴ്ച അത് തന്നെയായിരുന്നു. അത് തന്നെയാണ് ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോഴും സംഭവിച്ചത്. ബൈൻഡിയറിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക്, അതിന് മുമ്പ് ആ ഒരു കോർണറിലേക്ക് ലീഡ് ചെയ്ത ബ്രൂണോയുടെ ഭാഗത്തു നിന്ന മിസ്റ്റേക്ക്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഇന്നലെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായിരുന്നു. കാരണം ആഴ്സണൽ ഇന്നലെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ആ മത്സരത്തിൽ ചെയ്തിട്ടില്ല. അവർക്ക് ഓപ്പൺ പ്ലേന്ന് കാര്യമായിട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല. പിന്നെ കളിയുടെ അവസാന 90 മിനിറ്റിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ആയപ്പോഴൊക്കെയാണ് ആഴ്സണൽ പിന്നെയും 1-2 ചാൻസുകളെങ്കിലും ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയാം. പക്ഷെ അതല്ലാതെ കളിയിലുടനീളം മര്യാദയ്ക്ക് കളിച്ചത് നമ്മളാണ്. നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. അതുപോലെ ഫിനിഷിങ്ങിൻ്റെ പോരായ്മകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നിരുന്നാൽ പോലും ആഴ്സണലിനെ ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. കാരണം അവർ ഡിഫെൻഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ടീം ഇൻ യൂറോപ്പാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിലും അതിന് മുന്നത്തെ സീസണിലാണെങ്കിലും ഏറ്റവും കുറവ് ഗോളുകൾ ലീഗിൽ വഴങ്ങിയിട്ടുള്ള ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സണലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഗോൾ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ 1-2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഓവറോൾ വി ലുക്ക്ഡ് ഗുഡ് എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പം എനിക്ക് മാത്രമല്ല, പൊതുവേ ഇപ്പം നമ്മളെ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിലും യുണൈറ്റഡ് പ്ലേഡ് വെൽ എന്നുള്ളൊരു അഭിപ്രായം പറയുന്നത് കേട്ടു. അതാണ് ഇപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ വളരെ മോശമായിരുന്നു. പക്ഷേ ഈ സീസണിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഓവറോൾ പ്ലേയിങ്ങിലേക്കൊക്കെ വന്നിട്ടുണ്ട്. എവിടെയാണ് നമുക്ക് പ്രശ്നം എന്നുള്ള കാര്യം നമുക്ക് വിസിബിളി അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വലിയ എന്താ പറയുക, റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഏറ്റവും ബേസിക് ആയിട്ട് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം? മിഡ്ഫീൽഡ് ആൻഡ് ഗോൾ കീപ്പിംഗ്. അത് തന്നെയാണ് ഇന്നലത്തെ കളിയിലേക്ക് വന്നപ്പോഴും എടുത്തു കാണിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ ചാനലിൽ തന്നെ പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ബ്രൂണോ ആൻഡ് കസമീറോ അല്ലെങ്കിൽ ബ്രൂണോ വിത്ത് എനി മിഡ്ഫീൽഡ് പിവറ്റ് അത് വർക്കാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ തന്നെ എടുത്തു കാണിച്ച ഒരു മത്സരമായിരുന്നു ഇന്നലെ. ഇപ്പോൾ ആഴ്സണൽ ഓപ്പോസിഷൻ നിൽക്കുന്ന മിഡ്ഫീൽഡ് അടിപൊളിയാണ്. പക്ഷേ ഈ ബ്രൂണോയുടെ കൊണ്ടുള്ള മിഡ്ഫീൽഡ് മേ ബി ചെറിയ ടീമുകൾക്കെതിരെയൊക്കെ ഒരുപക്ഷെ വർക്കൗട്ട് ആയേക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ ഹൈ സ്റ്റേക്സ് ഉള്ള ഗെയിമിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അത് വളരെ വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ബ്രൂണോയുടെ ആ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മയൊക്കെ ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണും. ഇഷ്ടം പോലെ തവണ കയ്യിൽ നിന്ന് ബോൾ പോയി ഓപ്പോസിഷൻ ടീമിന് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബ്രൂണോയുടെ ഏരിയയിൽ ഒരു സ്റ്റില്ലറിനെ പോലത്തെ ഒരു പ്ലെയറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഈ സ്റ്റില്ലറിനെ പറ്റി നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, അദ്ദേഹത്തിന് ഒരു 90% പാസ് ആക്യുറസി ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡീപ് പ്ലേയിങ് പ്ലേ മേക്കറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസമീറോടൊപ്പം കളിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെയൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഇത് തീർച്ചയായും അതിൻ്റേതായ ഒരു പ്രശ്നം ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായി. പിന്നെ ഗോൾ കീപ്പിങ്ങിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ബൈൻഡറിനെ വിശ്വസിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ സംഭവിച്ചത്. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ആ ഏരിയ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഇപ്പോൾ എന്തായാലും നമ്മൾ ടൈറ്റിൽ റേസിലുള്ള ടീമൊന്നുമല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു ടോപ്പ് 6 ടോപ്പ് 7 ഫിനിഷൊക്കെയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കളിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ റിസൾട്ട് ബിസിനസ്സാണ്. നമ്മൾ നന്നായിട്ട് കളിച്ചു എന്നിട്ട് തോറ്റുപോയി. ഇപ്പോൾ നമ്മൾ അടുത്ത 5 മത്സരങ്ങളിലും നന്നായിട്ട് കളിച്ചു, പക്ഷെ നമുക്ക് ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ റൂബൻ അമോറിമിനെ സാക്ക് ചെയ്യണമെന്നുള്ള മുറവിളികളൊക്കെ വന്നു തുടങ്ങും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മത്സരങ്ങൾ, എസ്പെഷ്യലി ഫുള്ളാമായിട്ടുള്ള മത്സരത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ജയിക്കണം. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി വരുന്ന മത്സരങ്ങളിൽ നമുക്ക് കാണേണ്ടതായ ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിലെ ഓവറോൾ ചില പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്പർ 1 തീർച്ചയായും പറയേണ്ട ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റിനെ കുറിച്ചിട്ടാണ്. ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെൻട്രൽ ബാക്കിൻ്റെ അടുത്ത് നിന്ന് ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. കൊളോസൽ പെർഫോമൻസ് ആയിരുന്നു. ഗോയിക്കേഴ്സിന് കംപ്ലീറ്റ്ലി പൂട്ടി. അതുപോലെ ഓവറോൾ അറ്റാക്കിലാണ് ഡിഫൻസിലാണെങ്കിലും പുള്ളിക്കാരൻ ഇൻവോൾവ്മെൻറ്റ് സൂപ്പറായിരുന്നു എന്നുള്ളത് തന്നെയാണ്. സോ വെൽ ഡൺ ഡിലീറ്റ്. അതുപോലെ ഇനി പറയാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംബോമ ആൻഡ് കുണ്യ രണ്ടുപേരുടെയും യുണൈറ്റഡിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മത്സരമായിരുന്നു. രണ്ടുപേരും ഇമ്പ്രസീവായിട്ടാണ് തോന്നിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ഫിസിക്കൽ എബിലിറ്റിയും അതുപോലെ തന്നെ അത്യാവശ്യം കളിക്കാൻ അറിയാവുന്ന പിള്ളേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടീം എത്രത്തോളം മെച്ചപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും സിമ്പിൾ എക്സാമ്പിളാണ് ഇന്നലെ കണ്ടത്.
വി സർവൈവ്ഡ് ഗാർനാച്ചോ, സാൻചോ ആൻഡ് ആന്റണി എന്നുള്ളതാണ് നിലനിന്നത്. കാരണം എംബോമയുടെ ടച്ചും അതുപോലെ തന്നെ പുള്ളിയുടെ ഫുട്ബോൾ ഇന്റലിജൻസും ഓവറോൾ പുള്ളി ചെയ്യുന്ന പ്രസ് ചെയ്യുന്നതും പുള്ളി ഓവറോൾ ഒരു നല്ലൊരു ഫുട്ബോളറായിട്ടാണ് എംബോമയുടെ കളിയും നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ കുണ്ണിയാണെങ്കിലും കുണ്ണിയുടെ ഭാഗത്തു നിന്നും നല്ല പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇൻസ്റ്റൻ്റ്ലി ടീമിനെ മെച്ചപ്പെടുത്തുന്ന പ്ലെയേഴ്സാണ് ഇവർ രണ്ടുപേരും നമ്മളിപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത്. ടോപ്പ് 6 ടീമുകളെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ബെസ്റ്റ് ഓഫ് ദി റെസ്റ്റ് ടീമുകളെ നോക്കിയിട്ട് അവിടുത്തെ നല്ല താരങ്ങളെ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ റീസെൻ്റ്ലി നമ്മൾ നടത്തിയിട്ടുള്ള പല ട്രാൻസ്ഫർ ബിസിനസ്സുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാശ് വാരി എറിഞ്ഞിട്ടുണ്ട്, പക്ഷേ അവരൊന്നും വിചാരിച്ച് ഇമ്പാക്റ്റ് നമുക്ക് വേണ്ടി തന്നിട്ടില്ല. ഇവർ ഫസ്റ്റ് ഗെയിമിൽ തന്നെ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ഇവർ രണ്ടുപേരുടെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ മിഡ്ഫീൽഡിലേക്ക് പറയുന്ന പോലെ വാർട്ടനെ ബലേബേനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടീം ഇൻസ്റ്റൻ്റ്ലി ഇമ്പ്രൂവ് ആവുമെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ആ അൽ ഹിലാലിൻ്റെ 100 ബില്യൺ ബ്രൂണോയ്ക്ക് വേണ്ടി നമ്മൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വാർട്ടനും ബലീബേനെയും കൊണ്ടുവന്നിട്ട് നമുക്ക് മിഡ്ഫീൽഡിൽ മാസീവായിട്ട് അപ്ഗ്രേഡ് ചെയ്യായിരുന്നു. പിന്നെ ഒരു ഗോൾ കീപ്പർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് നമ്മളിപ്പോൾ ഷുവർലി ഈ ടീമുകളൊപ്പം പിടിക്കാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഉള്ള ടീമായിട്ട് നമ്മൾ മാറിയേനെ എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടാത്ത മുന്തിരി പുളിക്കും. അതുപോലെ തന്നെ മെൻഷൻ ചെയ്യേണ്ട മറ്റൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഗാർട്ടയാണ്. ഉഗാർട്ടയുടെ ഭാഗത്ത് നിന്നൊരു വളരെ ഷിറ്റ് പെർഫോമൻസ് ആയിരുന്നു പല മത്സരങ്ങളിലും. ചില മത്സരങ്ങളിൽ പുള്ളി ഓക്കെ ആയിട്ട് തോന്നാറുണ്ട്, പക്ഷേ ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നപ്പോഴും വീണ്ടും വളരെ ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. കസമീറോ നന്നായിട്ട് കളിച്ചു. കസമീറോ ബാക്കി അത്യാവശ്യം യോറോയും ലൂക്ക് ഷോയും ഇവരൊക്കെ എല്ലാവരും ഡീസൻ്റായിട്ട് കളിച്ച പോലെയാണ് തോന്നിയത്. പക്ഷേ ഉഗാർട്ട വന്നതിന് ശേഷമാണ് നമ്മുടെ കംപ്ലീറ്റ് മൊമെൻറ്റം കയ്യിൽ നിന്ന് പോയത്. പുള്ളിക്കാരൻ്റെ ഈ സില്ലി ഫൗൾസും അതുപോലെ ഒരു കുണച്ച ഷോട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എങ്ങനെയായാലും ഇപ്പോൾ പറഞ്ഞു വിട്ടാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചിട്ടില്ല, നമ്മൾ 50 മില്യൺ എന്തോ മേടിച്ച പ്ലെയറാണ്. പകുതി കാശിനാണ് വല്ല സൗദിയിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അത്ര എങ്ങനെ ലാഭമായി വേണം. ആ കാശിന് ഒരു 20-30 മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ ലൂസിയാൻ അഗൂമേനെ കിട്ടും. എനിക്ക് തോന്നുന്നു ഉഗാർട്ടനേക്കാളൊക്കെ ഒത്തിരി ബെറ്റർ പ്ലെയർ ആണെന്നുള്ളൊരു അഭിപ്രായമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വല്ലതും ചെയ്യുന്നതായിരിക്കും നല്ല, അല്ലാണ്ട് ഇവനെ വച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ ടോക്കിംഗ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത മത്സരം ഫുള്ളാമായിട്ടാണ്. തീർച്ചയായും നമ്മൾ ആ മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ല റിസൾട്ട് നേടണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ടിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.